സോ ഹലോ ഗേയ്സ്, നമ്മൾ പുത്തൻ ലെറ്റ്സ് പ്ലേ വേൾഡാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ന്യൂ ലെറ്റ്സ് പ്ലേ വേൾഡ്. മറ്റേ വേൾഡിനെ കുറിച്ച് പറയാൻ നല്ലൊരു സീഡ് കിട്ടിയാൽ മതി എന്ന് മാത്രം ഭയങ്കര സന്തോഷമുണ്ട് ഗേയ്സ്. നല്ലൊരു സീഡ് കിട്ടണേ, അയ്യോ സ്പോർട്സിലും ഐസിലും ജംഗിളിലും കൊണ്ടുപോയി തന്നെ. വേറെ ഒന്നും എനിക്ക് കുഴപ്പമില്ല. നല്ലൊരു വേൾഡാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്തൊരു വേൾഡ് തന്നെയാണ് ഗേസ്. ഇവിടെ കുറച്ച് ഷുഗർ ക്യാൻ അതൊക്കെ പോയി മൈൻ ചെയ്യാം ഗേസ്. നമുക്ക് കുറേ നാളായി ഗേസ് എനിക്ക് ഈ ഒരു ഫീൽ കിട്ടിയിട്ട് ഭയങ്കര രസമുണ്ട്. അപ്പം അവിടെ ഒരു റോയിൻ്റെ ഹോട്ടലാണ് അത് കേട്ടെ, നമുക്ക് പിന്നെ കൊണ്ടുപോകാം. ഇവിടെ നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഭാഗത്ത് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ വീട് പണിയാം ഗേസ്. പിന്നെ നമുക്കൊരു സൂപ്പർ വേൾഡ് ആക്കണം. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിലൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റത്തെ ഷീറ്റ് അങ്ങോട്ട് നോക്കാം. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ വേൾഡ് തന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ചേച്ചി പറഞ്ഞത് നീ എന്നെ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്തോ ബഗ് ആണോ ഡിലീറ്റ് ആയി പോയി ഗേസ്. എന്നാണെന്ന് അറിയത്തില്ല ബഗ്. ഇത് നിങ്ങൾക്കാർക്കെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഗേസ്. പിന്നെ ഇവിടെ അടുത്ത പശു തൊട്ടടുത്ത് തന്നെ പങ്കിനൊക്കെ കാണുന്നുണ്ട്. അടുത്ത അവിടെ വില്ലേജ് കാണേണ്ടതാണ്. തൊട്ടടുത്ത് ഇത് കിട്ടിയാൽ മതി വില്ലേജ്. അപ്പം ലാഭമേ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ വെളിച്ചം സിമ്പിളായിട്ട് മുമ്പോട്ട് പോയാൽ വില്ലേജ് അടുത്തുണ്ടെങ്കിൽ. പിന്നെ ഷുഗർ ക്യാൻ നമുക്ക് നന്നായിട്ട് ആവശ്യം വരും വീട്ടിൽ. പേപ്പർ ഹൗസ് ഒന്നല്ല ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ട് കയറ്റി, പിന്നെ പുത്തൻ കയറ്റി. അപ്പോഴത്തേക്കിനും ഓക്കെ. ഞാൻ പിന്നെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി മോഡ് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ കയറ്റുന്നത്. പിന്നെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി മോഡ് വലിയ ലിങ്ക് കിട്ടും. അവത്തിൽ കൂടെ കയറ്റിയിട്ട് അതിൽ കയറിയിട്ട് അവിടുന്ന് മൈൻക്രാഫ്റ്റ് ചെയ്യാൻ മതി. GB ഒക്കെ തരുമായിരിക്കും പെട്ടെന്ന്. പക്ഷേ മൈൻക്രാഫ്റ്റ് കിട്ടും, പൈസ കൊടുക്കാതെ കിട്ടും. GTA സാൻ ആൻഡ്രിയാസ് അങ്ങനെയുള്ള ഗെയിമൊക്കെ കിട്ടും. GTA 5 ഒന്നും കിട്ടത്തില്ല. ആടിനൊക്കെ എന്നാ ടേസ്റ്റാ. അപ്പുറത്തെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ കയറിയിട്ട് എന്നാ പശുവിനെ ഇടിച്ചങ്ങോട്ട് കൊല്ലണം. ചവിട്ടിട്ടാൽ നോക്കി വെച്ചാൽ മതി. പിന്നെ ഒരു വട്ടം എനിക്കിട്ട് കിട്ടിയതാണ് വയറിട്ട് നല്ല സുഖമായിരുന്നു. ഇടിച്ച് കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് ഒറ്റ കടി കൊണ്ടുപോയി. എന്നാ ടേസ്റ്റാണെന്ന് അറിയോ. ഞങ്ങൾ ഫസ്റ്റത്തെ മരവും കിട്ടിയിട്ടുണ്ട് സ്പ്രൂസ് ഫുഡ്. ഞാൻ പിന്നെ ഫസ്റ്റത്തെ വ്ളോഗ് മാറ്റി നമുക്കതിൽ സുഖപ്രവനെ പോലെ അത് ഞാൻ അറിയത്തില്ല. എനിക്ക് ഫസ്റ്റത്തെ പിക്കാസാണ് ഇഷ്ടം. അയൺ പിക്കാസും സ്റ്റോൺ പിക്കാസും. സത്യം. നിങ്ങൾ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് മാറ്റി വെക്കുന്നതെല്ലാം ഉണ്ടോ?
പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. എൻ്റെ പേരെന്തോന്ന് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? എന്തേ? എൻ്റെ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. വിസ്മയ. വി കൂട്ടിട്ട് തന്നെയാണ് എൻ്റെ പേര്. പക്ഷെ കിട്ടാൻ ഭയങ്കര റെയറാണ്. എൻ്റെ പേരും റെയറാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു മരവും കിട്ടി. ഒന്നുമില്ല. നമുക്കിനി ഇവിടെ കടന്ന് ചുറ്റി കറങ്ങുമ്പോഴത്തേക്കിനും ഒരു സാപ്ലിങ് കിട്ടും. ഞാൻ സാപ്ലിങ്ങിന് വേണ്ടി മരത്തിന് ചുറ്റി ഇറങ്ങും. എൻ്റെ വയറീടെ മുറിഞ്ഞ് ഞാൻ ഒറ്റ വീഴ്ചയായിരുന്നു പന്തേ തട്ടി. പന്ത് അവിടെ ഒരു ചെറിയ വലിയൊരു മരത്തിൻ്റെ പകുതി ഒടിഞ്ഞു പോയതുണ്ടായിരുന്നു. ഒറ്റ വീഴ്ച. പിന്നെ തൊട്ടടുത്ത് തന്നെ കല്ലുണ്ടായിരുന്നു. ഒറ്റ ഇടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ മുടച്ചിരിക്കും ഈ പള്ള. അതിൽ റിവേ കിട്ടി. ഇപ്പം ലാഭമായി. നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ കിട്ടും. അത് അയണാണോ കാണുന്നത്? അതെ അയണാണോ തോന്നുന്നു. ചാവരുത് മീൻസ് ചാവരുത്. എന്നിട്ടോ ഞാൻ എനിക്കാണ് ചെറിയ ചെറിയ ക്ലൂ ഒക്കെ തരാം എൻ്റെ പേരിൻ്റെ. ഗസ് ചെയ്തേക്ക്. ഓക്കെ, ഇവിടെ ആയും കാണുന്നില്ല. ഞാൻ താഴെ ഇവിടെ ഈ ഭാഗത്തും കണ്ടിരുന്നില്ല. അതേ ഇരിക്കും. നമുക്ക് അതിനൊക്കെ സെറ്റാക്കാം. നമുക്കിനി ഇവിടെയായിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് ബെഡ് ഉണ്ടാക്കി കിടക്കാം. അത് ഞാൻ ഷീൽഡ് ഉണ്ടാക്കട്ടെ. അയൺ കിട്ടി. വാച്ചിങ് നമുക്കതിലോട്ട് നമുക്കിനി അയൺ ഷീൽഡും ബെഡും ഉണ്ടാക്കാം. ബെഡുണ്ടാക്കി ഷീൽഡും ഉണ്ടാക്കി. ആ ഷീൽഡ് എന്തായാലും ഇട്ടേക്കാം. ഓക്കെ, ബെഡ് കഴിക്കട്ടെ. ഓക്കെ ഗേസ്, ഞാൻ ബെഡ് ഇവിടെ വെക്കുക. കിടക്കുക. കിടക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് പൊട്ടിക്കട്ടെ. ആ 2 ബ്ലോക്ക് പൊട്ടിച്ച് കളയാം. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് സർവൈവൽ ചെയ്ത് വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബെഡൊക്കെ പൊട്ടിച്ച് കയ്യിലെടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ച് കയ്യിലെടുക്കുക. ഡാക്സ് ഇല്ലാത്തതിൻ്റെ ഉള്ളിലുണ്ട്. ഉണ്ടാക്കാൻ വയ്യാണ്ടൊന്നുമില്ല. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ആയ നിൽക്കാം. ഞാൻ ഹാർഡ് കോർ കളിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ഭയങ്കര ഹാർഡ് കോർ കളിച്ചിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് കോർ കളിച്ച് തോറ്റതൊക്കെ അല്ല ജയിച്ചതൊക്കെ തന്നെ അറിയാത്തതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് ഹാർഡ് കോർ കളിച്ച് ജയിച്ച സത്യം. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല. യൂട്യൂബ് ചാനലൊന്നും എനിക്കില്ല. എല്ലാം ഞാൻ ഇട്ടാനെ. അവിടെ കുറച്ച് ഗാനങ്ങളൊക്കെ ഉണ്ട്. അയണിരിക്കുന്നത് എടുക്കാം. ഇരുട്ടത്തെനിക്ക് കേവിലൊക്കെ ഇരുട്ടത്തെനിക്ക് ഇത് കണ്ണ് ചുമന്നില്ല ഇരിക്കുന്നത്. നേരത്തെ ഇപ്പം എത്ര കുഴപ്പമില്ല. ഇപ്പം ഞാൻ പ്രോ പ്ലെയർ. തരത്തില്ല നോക്കാം. ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ ക്രീപ്പർ, അയ്യോ ചാവാ. ഞാൻ ഭാഗ്യം എന്തായാലും സഹായിച്ചു തന്നു. ബ്ലോക്കും തന്ന് സ്ഥലവും പൊട്ടിച്ചു തന്നു. അപ്പം ഞാനായിട്ടൊരു പരിപാടി ചെയ്യണ്ടായിരുന്നു. അങ്ങോട്ട് കയറി നോക്കണോ? വേണ്ട, പണി കിട്ടിയാലോ. ഇതിൽ കൂടെ ഒരു ക്രീപ്പറല്ലേ വരുന്നത്. അയ്യോ, ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയാം, ഞാൻ മൈൻക്രാഫ്റ്റിൽ പോയെന്ന് എനിക്ക് തോന്നിയതുണ്ടോയെന്ന് പറയും. ഞാൻ ക്രീപ്പറിനെ തല്ലിക്കൊല്ലാൻ പിടിച്ച്. അല്ല, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരിതാ എനിക്ക് നേരത്തെ
എനിക്കറിയാം സത്യമായിട്ടും. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പ്രോ മൂവ് കാണിക്കുകയായിരുന്നു ഗൈസ്. പ്രോ മൂവ് ഇങ്ങനെ ഇവിടെ ബ്ലോക്ക് വെക്ക് ആവുന്നില്ല. വീണ്ടും വെച്ച് വീണ്ടും ഒരെണ്ണം കൂടെ വെക്കാം. ഇച്ചിരി പ്രോ മൂവ്. ഞാൻ ഇതുകൊണ്ടാണ് ഹാർഡ് കോർ കളിക്കാത്തത് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഹാർഡ് കോർ കളിക്കാത്തത്. ഗൈസ് കണ്ടോ ചാണി വട്ടാതെ എടുക്കും. ഇല്ലെങ്കിലായിക്കോട്ടെ. ഇത്ര നേരമായി കിടന്ന് ചാവുന്നു. ഞാൻ ഇതുകൊണ്ട് ആർക്കോ കളിക്കാത്ത. ഇനി അവിടുന്ന് വീഴരുത്. സൂക്ഷിച്ചും കണ്ടുപോകണം. സൂക്ഷിച്ചും കണ്ടുപോകണം മീൻസ്. ഓക്കെ ഒന്നും പോരുത്. അയൻ മാത്രം പോയിരുന്നു ചെവി, ബാക്കി എന്നാ പോയാലും കുഴപ്പമില്ല. എല്ലാം കിട്ടിയതാണ് തോന്നുന്നത്. 13 വായനം കിട്ടി. ഞാൻ വീട്ടിൽ പോട്ടെ ഗൈസ്. ഞാൻ ഇതുകൊണ്ടാണ് ഗൈസ് ഹാർഡ് കോർ കളിക്കാത്ത. അറിയാലോ, ഞാൻ ഇച്ചിരി പോയായിപ്പോയി. അതുകൊണ്ടാണ് ഹാർഡ് കോർ കളിക്കാത്ത. കരയാനാ ഭാഗ്യം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരിൻ്റെ ക്ലൂ ഒക്കെ തരുന്നുണ്ട്. കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എൻ്റെ പേര്. നിങ്ങൾ എൻ്റെ പേര് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതൊന്നും കിട്ടത്തില്ല. എനിക്കൊരു സന്തോഷം. അപ്പോൾ പുതുതായിട്ട് മറ്റേ ബാഗ് ഒക്കെ ഞാൻ ഈ 1.22 കയറ്റിയ ഒട്ടന്നെ തന്നെ ഞാൻ ഒരിത് GTA വേൾഡിൽ കയറിയിട്ട് എന്നൊക്കെയാണ് പുതുതായിട്ട് വന്നതെന്ന് നോക്കി. രണ്ടാമത്തെ സ്കിപ്പ് ചെയ്ത് കഴിച്ചു നമ്മൾ. രണ്ടാമത്തെ നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ബെഡ് വെച്ച് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം തല്ലിക്കൊരു താഴെ കളയരുത്, താഴെ പോരുത്. ഇനി എനിക്കൊരു പ്രോമോ കാണിക്കാൻ വേണ്ടി ആഗ്രഹമില്ല ഗൈസ്. നിങ്ങളെ സർവൈവലിൽ പ്രോമോ കാണിച്ച് ജയിക്കണം ഗൈസ്. എന്നെപ്പോലെ തന്നെ 2 ബ്ലോക്ക് വെക്കുക, എന്നിട്ട് ചാടുക, ഓയിഡിലോട്ട് വരിക, ഓയിലും പോട്ടെ കേവിലോട്ട് വരിക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആയെന്നാണ് അർത്ഥം ഗൈസ്. ഞാൻ എഡിറ്റിക്കൂടെ കാണിച്ചത് അങ്ങനെ വീടുന്ന പോലെ. ഞാൻ ഓക്കെ ഗൈസ്, പിന്നെ എങ്ങോട്ടാ പോണ്ടേ? തെക്ക് വടക്ക് ഇതുവല്ലോ ഉണ്ടോ? നമുക്ക് ഇവിടെ അടുത്തവരുടെയും വീട് പണിയാനാണ് ആഗ്രഹം. ഒന്നും കൂടെ നടന്ന് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇവിടെ ഇച്ചിരി നല്ല സ്ഥലമാണോ ഇത്? കുഴപ്പമില്ല അല്ലേ? ഇവിടെ വീണ് പണിയാൻ നല്ല ഫ്ലാറ്റാണ് അപ്പുറത്തെ സൈഡൊക്കെ. ഇവിടെ തന്നെ വീട് പണിയാം ഗൈസ്. ഉറപ്പിച്ച് ഗൈസ്, നമ്മൾ ഇവിടെ തന്നെ വീട് പണിയാവുന്നതായിരിക്കും. നാളത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ വീട് പണിയും ഗൈസ്. നാളത്തെ എപ്പിസോഡിൽ തന്നെ വീട് പണിയും. വീഡിയോയും പോട്ടെ വീട് പണിയും. ഇവിടെ മൊത്തം ഷുഗർക്കാനുണ്ട്. എന്ത് ഷുഗർക്കാണ് കിട്ടുന്നത്? പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ചോറൊക്കെ കഴിച്ചോ? പിന്നെ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് പാൽവേജിയുടെ കൂടെ കഴിക്കുന്നതാണോ, ഓറിയോയുടെ കൂടെ കഴിക്കുന്നതാണോ, അതോ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ കൂടെ കഴിക്കുന്നതാണോ, അതോ മാരിഗോൾഡിൻ്റെ കൂടെ കഴിക്കുന്നതാണോ, അതോ അരറൂട്ടിൻ്റെ കൂടെ കഴിക്കുന്നതാണോ? എന്ത് പിന്നെ എൻ്റെ സ്ലാങ് കേട്ടിട്ട് ഞങ്ങൾ ഏത്
ആൾക്കാരെ ഞാനും പറയണം. പിന്നെ ഞാൻ എത്ര പഠിക്കുന്നതെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്തു. ചെറിയ ചെറിയ ചലഞ്ചാണ് നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ചായയുടെ കൂടെ ഏത് ബിസ്ക്കറ്റാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. കോക്കാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. കമൻറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഞാൻ വൈകിട്ട് കോക്കാച്ചി പിടിച്ചുള്ളൂ കേട്ടോ. സത്യം ഇട്ടു. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ കോക്കാച്ചി പിടിച്ചുള്ളൂ. എൻ്റെ കൂട്ടുകാരെ ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് പോയി. വലിയ സീനായിരുന്നു. എന്നിട്ട് പോലീസൊക്കെ വന്നു. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെങ്കിൽ ഓക്കെ, ടാറ്റ, ബൈ ബൈ.